ഹലോ, മലയാളം അക്ഷരമാലയുടെ 13ാമത്തെ ക്ലാസ് ആണ് ഇത്. മുന്നത്തെ വീഡിയോകളിലായിട്ട് സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും നമ്മൾ മുഴുവനായിട്ട് പഠിച്ചു. ഈ വീഡിയോയിൽ കുറച്ച് ചില്ലക്ഷരങ്ങളും അതുപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില കൂട്ടക്ഷരങ്ങളും ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മൾ പഠിക്കാൻ പോകുന്ന അക്ഷരങ്ങൾ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇതെങ്ങനെയാണ് വായിക്കുക എന്ന് നോക്കാം. ആദ്യത്തെ അക്ഷരമാണ് എൻ. എൻ. ന അല്ല, എൻ. അടുത്തത് എൽ. അടുത്തത് എൾ. അടുത്തത് എർ. അടുത്തത് എൺ. ആദ്യത്തേതാണ് എൻ. എൻ എഴുതുക എങ്ങനെയാ? ന എഴുതുക, എന്നിട്ട് ഇവിടുന്ന് മേലേക്ക് ഒരു ലൈൻ. അത്രയേ ഉള്ളൂ. എൻ എങ്ങനെയാ? ന എന്ന് എഴുതുക, എന്നിട്ടൊരു ലൈൻ. എൻ. ന എന്ന് എഴുതുക, ഒരു ലൈൻ. എൻ. ന പിന്നൊരു ലൈൻ. എൻ. മാൻ, തേൻ എന്നൊക്കെ പറയുന്ന വാക്കുകളിൽ ഉപയോഗിക്കുന്നതാണ് എൻ. അടുത്തത് എൽ. എൽ എന്ന് എഴുതുക. അപ്പൊ ല എന്ന് എഴുതി മേലോട്ട് ലൈൻ ആണെന്ന് തെറ്റിദ്ധരിക്കരുത്. ഇവിടെ താ പോലെയാണ് എഴുതുക. തായുമായിട്ട് ഇതിനൊരു പ്രൊനൗൺസിയേഷന്റെ ബന്ധവും ഇല്ല. കൺഫ്യൂഷൻ ആവാൻ പാടില്ല. അപ്പൊ താ പോലെ എഴുതിയിട്ട് ഇങ്ങനെയൊരു ലൈൻ. ഇതാണ് എൽ. എങ്ങനെ എഴുതുക? ഇങ്ങനെ വന്ന് എൽ. എങ്ങനെയാ? ഇങ്ങനെ എഴുതി എൽ. ഒന്നുകൂടി ഇങ്ങനെ, എന്നിട്ട് മുകളിലോട്ട് ചെയ്യാം. എൽ. വാൽ. ആൽ. ആൽമരം. ആൽ. അപ്പൊ അങ്ങനെ പല സ്ഥലത്തും എൽ ഉപയോഗിക്കും. ഇനി അടുത്തതാണ് എൾ. വാൾ. കത്തിയില്ലേ, വലിയ കത്തി, അതിന് വാൾ എന്ന് പറയും. അപ്പൊ അവിടെയൊക്കെയാണ് എൾ ഉപയോഗിക്കുക. എൾ എങ്ങനെയാ എഴുതുക? ഗ എഴുതും പോലെ എഴുതുക. ഗ എഴുതും പോലെ എഴുതുന്നു എന്നേ ഉള്ളൂ. ഗായുമായിട്ട് ഇതിന് ഒരു സൗണ്ട് മാച്ചും ഇല്ല. ഓക്കെ, ഇങ്ങനെ എഴുതിയിട്ട് മുകളിലേക്ക് ചെയ്തു കഴിഞ്ഞാൽ എൾ. ഇങ്ങനെ എഴുതുക, എൾ. ഇങ്ങനെ എൾ. എൾ. അടുത്തതാണ് എർ. റ എഴുതുക, മേലോട്ടൊരു ലൈൻ. എർ. ഇങ്ങനെ എർ. റ എഴുതുക, മേലോട്ടൊരു എർ. ഇങ്ങനെ എർ. വാർപ്പ്. തീർന്നു എന്നൊക്കെ പറയില്ലേ? അപ്പൊ തീർന്നു എന്നൊക്കെ പറയുന്നതിന് ഉപയോഗിച്ചിരിക്കുന്നത് എർ ആണ്. അടുത്തതാണ് എൺ. നിങ്ങൾ കൂൺ എന്ന് കേട്ടിട്ടുണ്ടോ? കൂൺ. അപ്പൊ കൂണിന് ഉപയോഗിക്കുന്ന എൺ അതാണ്. അത് ണ എന്നെഴുതി മേലോട്ടൊരു ലൈൻ വരച്ചാൽ എൺ. ഇങ്ങനെ ണ എന്ന് എഴുതുക, എന്നിട്ടൊരു ലൈൻ. എൺ. ണ എന്ന് എഴുതുക, ഒരു ലൈൻ മേലോട്ട്. എൺ. ഇങ്ങനെയാണ് എൺ എന്ന് എഴുതുന്നത്. അപ്പൊ എന്താ ഇതിനെ വായിക്കുക? എൻ, എൽ, എൾ, എർ, എൺ. അടുത്തത് ചില പ്രത്യേക കൂട്ടക്ഷരങ്ങളാണ്. മുമ്പ് പറഞ്ഞു എങ്ങനെയാണ് കൂട്ടക്ഷരങ്ങൾ വരുന്നത്? രണ്ടക്ഷരങ്ങൾ ചേർന്നിട്ടാണ് കൂട്ടക്ഷരങ്ങൾ ഉണ്ടാവുന്നത്. അപ്പൊ ഇവിടെ ഈ എഴുതിയിരിക്കുന്ന ഓരോ കൂട്ടക്ഷരങ്ങളും ഏതൊക്കെ ചേർന്നിട്ടാണ് എഴുതുന്നത് എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ ഇപ്പൊ ആദ്യമായിട്ട് അക്ഷരം പഠിക്കുന്നത് കൊണ്ട് ഇത്ര വിശദമായിട്ട് ഇതൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ വൺസ് എക്സ്പേർട്ട് ആയതിനു ശേഷം വേണമെങ്കിൽ ചെക്ക് ചെയ്യാൻ വേണ്ടി മാത്രം ഇത് നോക്കുക. അതുകൊണ്ട് തന്നെ ഞാൻ ഓരോന്നും ഏതൊക്കെ ചേർന്നിട്ടാണെന്ന് പറയുന്നില്ല. നിങ്ങൾ എക്സ്പേർട്ട് ആയതിനു ശേഷം സ്വന്തമായിട്ട് നോക്കി മനസ്സിലാക്കുക. നമുക്ക് ആദ്യം ഇതൊക്കെ വായിക്കാൻ പഠിക്കാം. ആദ്യത്തെ അക്ഷരമാണ് ങ്ക. പങ്കായം എന്ന് കേട്ടിട്ടുണ്ടോ? പങ്ക്. അപ്പൊ ക എഴുതും പോലെ, പക്ഷെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇങ്ങനെ വന്ന് ഇങ്ങനെയാണ് ങ്ക എന്ന് എഴുതുന്നത്. ക എഴുതുക എങ്ങനെയായിരുന്നു? ജസ്റ്റ് ഒരു ലൈൻ മാത്രം ഇങ്ങനെ കൊടുത്തിട്ടാണ് ക എഴുതുക. അതിന് പകരം രണ്ടെണ്ണം വരും. ഇങ്ങനെയാണ് ങ്ക എന്ന് എഴുതുന്നത്. അപ്പൊ ഇത് കണ്ടു കഴിഞ്ഞാൽ ഇനി എന്താ വായിക്കുക? ങ്ക. ഇപ്പൊ മങ്കി എന്ന് മലയാളത്തിൽ എഴുതണമെങ്കിൽ ങ്ക ഇതാണ് യൂസ് ചെയ്യുക. ആദ്യത്തെ അക്ഷരമാണ് ങ്ക. ഇനി രണ്ടാമത്തത് അതാണ് ഞ്ച. വഞ്ചി അല്ലെങ്കിൽ വഞ്ചകൻ എന്നൊക്കെ പറയുന്ന ഞ്ച. ഞ്ച എങ്ങനെ എഴുതുക? കുഞ്ഞു സർക്കിളിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇങ്ങനെ, എന്നിട്ട് ഒരു താ പോലെ വന്ന് ഇങ്ങനെ വന്ന്, ഇതാണ് ഞ്ച. ഇത് കൂട്ടക്ഷരമാണ്. ഓക്കെ, ഞ. ഇവിടെ ഇത്രയും കണ്ടാൽ മനസ്സിലാവും നിങ്ങൾ ഞ പഠിച്ചിട്ടുണ്ട്. ഞായുടെ കൂടെ ഒരു ച ആണ് ആഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞ്ച.
എങ്ങനെയാണ്? ഒരു ഞാ എന്ന് എഴുതുക, എന്നിട്ട് അത് ഇങ്ങനെ പോയിട്ട് നമ്മുടെ ചാ എന്ന് കംപ്ലീറ്റ് ആക്കി. അപ്പൊ ഞായും ചായും കൂടി ചേർന്ന് ഈ അക്ഷരം കണ്ടാൽ നിങ്ങൾ എന്താ വായിക്കേണ്ടത്? ഞ്ച. അടുത്തത് ണ്ട. ചെണ്ട എന്ന് കേട്ടിട്ടുണ്ടോ? ചെണ്ട, മണ്ട അങ്ങനെയൊക്കെ പറയില്ലേ? ആ ണ്ട ആണ് ഈ ണ്ട. ണ്ട എന്ന് പറഞ്ഞാൽ ണ ട ആഡ് ചെയ്താൽ ഈ ഢ അല്ല, നമ്മുടെ ആദ്യത്തെ ഈ ട. ഓക്കെ, അപ്പോൾ ണ്ട എന്നാൽ ണ എന്ന് എഴുതുക, എന്നിട്ട് എന്ത് ചെയ്യുക? നമുക്കറിയാലോ, ട എന്ന് എഴുതുക. അതാണ് ണ്ട. ണ എന്നിട്ട് ഇങ്ങനെ ട. ഓക്കെ, ണ്ട. ചെണ്ട, വണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഈ ഒരു അക്ഷരമാണ് യൂസ് ചെയ്യുന്നത്. ഇനി അടുത്ത അക്ഷരമാണ് ന്ത. ചന്തം. അത് നായും തായും കൂടി ചേർന്ന അക്ഷരമാണ്. നമുക്ക് ഇവിടെ എഴുതാം. ഏതാണ് ആ അക്ഷരം? നാ ത. ന്ത. ഇങ്ങനെ നാ എഴുതിയിട്ട് അവസാനം അത് താ ആക്കുകയാണ്. ന്ത. എന്താ വായിക്കുക? ന്ത. അടുത്ത അക്ഷരം മ്പ. ഈ ഒരു അക്ഷരമാണ്. അത് മ്പ. ചെമ്പ്, ചേമ്പ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? അപ്പൊ അവിടെയൊക്കെ യൂസ് ചെയ്യുന്നതാണ് ബ. എങ്ങനെയാ അത് എഴുതുക? ഇങ്ങനെ ഒരു ന പോലെ എഴുതിയിട്ട് ഇങ്ങനെ ബ എന്നാണ് അത് വായിക്കുക. എന്താ വായിക്കുക? ബ. അടുത്തത് ന്ത. ന പിന്നെ ഒരു ദ. നായും ദായും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ന്ത, നന്ദനം എന്നൊക്കെ പറയും. ന്ത. ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ന്ത. ഇനി രണ്ടക്ഷരം കൂടി ഉണ്ട്. ഒന്ന് ക്ഷ, പിന്നെ ഒന്ന് ട. ക്ഷ എന്ന് പറഞ്ഞാൽ കായും ഷായും കൂടി ചേർന്ന അക്ഷരമാണ്. അതത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും. ക എന്ന് എഴുതുക, എന്നിട്ട് അവിടുന്ന് ഷ എന്ന് എഴുതുക. അപ്പൊ കായും ഉണ്ട് ഷായും ഉണ്ട്. അതാണ് ക്ഷ. കാ പിന്നെ അവിടുന്ന് ഷ. ക്ഷ. എന്താ വായിക്കുക? ക്ഷ. ഇനി അവസാനത്തെ അക്ഷരം റാ, റാ ആണ്. അപ്പൊ റാ, റാ ചേർന്ന് കഴിഞ്ഞാൽ അത് ചില സമയത്ത് ഇങ്ങനെ റായും റായും അടുപ്പിച്ചെഴുതും, അല്ലെങ്കിൽ ഒരു റായുടെ അടിയിൽ വേറൊരു റാ എഴുതും. അപ്പോ ഇതിന് എന്താ വായിക്കുക? ട. എന്താണ്? ട. റാ, റാ എന്നല്ല, ട എന്നാണ് വായിക്കുക. ചീറ്റപ്പുലി, ഈറ്റ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പൊ ആ ട, പാറ്റ എന്നൊക്കെ എഴുതുമ്പോ ഉപയോഗിക്കുന്ന ട ആണ് ഇത്. ട. രണ്ട് രീതിയിൽ എഴുതും. ഒന്ന് റാ, റാ, പിന്നെ ഒന്ന് ഒരു റാന്റെ അടിയിൽ വേറെ റാ. ഇതുപോലെ ഒരു അക്ഷരം കൂടി ഉണ്ട്, ന്റ. എൻ എന്നെഴുതുക, അതിനടിയിൽ റാ എന്ന് എഴുതി കഴിഞ്ഞാൽ അതിനെ ന്റ എന്നാണ് വായിക്കുക. ന്റ. എൻ റാ അല്ല, ന്റ. ഇതും മുമ്പ് പറഞ്ഞതുപോലെ തന്നെ എൻ എഴുതി അതിന്റെ അടുത്ത് തന്നെ ഒരു റാ വരയ്ക്കാം, അല്ലെങ്കിൽ എൻ എന്നെഴുതി അതിന്റെ അടിയിൽ റാ ഇടാം. അപ്പൊ ഇതും വായിക്കുന്നത് എങ്ങനെയാണ്? ന്റ. ഇതുവരെ പഠിച്ച അക്ഷരങ്ങൾ ഒന്നുകൂടി സ്ലോ ആയിട്ട് വായിച്ചു നോക്കാം. ആദ്യത്തെ അക്ഷരം എന്തായിരുന്നു? ഇത് എൻ. എൻ. ഇതോ എൽ. ഇത് എൽ. എൽ. ഇത് അർ. ഇത് എൺ. എൺ. ഒന്നുകൂടി നിങ്ങളൊന്ന് ഉറക്കെ വായിക്കൂ. ആദ്യത്തെ അക്ഷരം എന്താണ്? എൻ. അടുത്തത് എൽ. അടുത്തത് എൽ. അടുത്തത് എർ, എൺ. ഇനി കൂട്ടക്ഷരങ്ങൾ വായിച്ചു നോക്കാം. ങ്ക, ഞ്ച, ണ്ട, ന്ത, മ്പ, ന്ത, ക്ഷ. പിന്നെ നമ്മൾ എഴുതാത്ത ഒരു അക്ഷരം കൂടി പഠിച്ചു. ഏതായിരുന്നു അത്? എൻ എഴുതി റാ എഴുതി കഴിഞ്ഞാൽ ന്റ. എൻ എഴുതി അടുത്ത് ഇങ്ങനെ എഴുതിയാലും ന്റ. ട. അതുപോലെ തന്നെ റായും അടുത്തടുത്തായിട്ട് രണ്ട് റാ എഴുതിയാൽ ട. അപ്പോ ഈ ഒരു സീരീസ് ഓഫ് വീഡിയോസിലായിട്ട് നമ്മൾ മലയാളം അക്ഷരങ്ങൾ ഓരോന്നായിട്ട് വായിക്കാനും എഴുതാനും പഠിച്ചു. ചില വീഡിയോസ് ഒക്കെ ലോങ് ആണ്. അത് തന്നെ 2-3 പ്രാവശ്യം കണ്ട് പോസ് ചെയ്ത് സ്വന്തമായിട്ടൊന്ന് എഴുതി നോക്കാൻ ശ്രമിക്കുക.
ഇനി അടുത്ത കുറച്ച് വീഡിയോകളിലായിട്ട് നമുക്കൊന്ന് വായിക്കാൻ പഠിക്കാം. നിങ്ങൾ ഈ അക്ഷരങ്ങളൊക്കെ പഠിച്ചതിന് ശേഷം മാത്രം ചെറിയ കഥാ പോർഷൻസോ അല്ലെങ്കിൽ ചെറിയ പാരഗ്രാഫോ ഒക്കെ എഴുതിയിട്ട് അത് നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം. അതിനുവേണ്ടി നമുക്കത് ഒരുമിച്ച് വായിച്ച് പഠിക്കാം. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.